എഴുത്തച്ഛൻ്റെ രാമായണത്തിലെ ബാലകാണ്ഡം തന്നെ പറയുന്നത് ബ്രാഹ്മണന്മാരുടെ ചേതോദർപ്പണത്തിൻ്റെ മാലിന്യം എൻ്റെ മനസ്സിനെ ശോധന ചെയ്യണമെന്നാണ്. അതുപോലെ മറ്റൊരു രാമസങ്കീർത്തനം രാമരാമ പാഹിമ മുകുന്ദരാമ പാഹിമ കേരളത്തിലെ ഗ്രഹങ്ങളിലെല്ലാം പ്രത്യേകിച്ച് നായർ സമുദായങ്ങളിലും ഒക്കെ തന്നെ ചൊല്ലിക്കൊണ്ടിരുന്ന ഈഴവ സമുദായത്തിലൊക്കെ തന്നെ ചൊല്ലിക്കൊണ്ടിരുന്ന ഒരു സങ്കീർത്തനമാണ് ഈ രാമരാമ പാഹിമ എന്നുള്ളത്. അതിനകത്ത് പറയുന്നത് ഭംഗിയോടെ ബ്രാഹ്മണർക്ക് ഭൂമി തന്നെ കൊടുക്കുവാൻ അവതരിച്ച രാമരാമ പാഹിമ. ബ്രാഹ്മണർക്ക് ഭൂമി കൊടുക്കാൻ രാമൻ അവതരിക്കുക. ഹിന്ദുക്കൾ മുഴുവൻ രാമായണത്തെ സ്വീകരിച്ചു എന്ന് തോന്നിയപ്പോൾ ശ്യാംകുമാർ പറയുകയാണ്, ഞങ്ങൾ ദളിതന്മാർ ഒരിക്കലും രാമായണം വായിച്ചിട്ടില്ല. ശരിക്കും അയാൾ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കേണ്ട ഒരു പദപ്രയോഗമാണ് ദളിതൻ. ദളിതൻ എന്ന പദപ്രയോഗം കോടതി നിരോധിച്ചതാണ്. ദളിതൻ എന്ന വാക്കിന്റെ അർത്ഥം സംസ്കൃതത്തിൽ പതിച്ചതെന്നാണ്. വീണവനെ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ കിടക്കാനാണോ പറയേണ്ടത്? എടുത്തുയർത്തണം. വീണവനെ എടുത്തുയർത്തണം. ഞങ്ങൾ ഒരിക്കലും രാമായണം വായിച്ചിരുന്നില്ല എന്ന് പറയുമ്പോഴും ഇയാൾ ഓർക്കുന്നില്ല രാമായണത്തിലെ കഥയത. ആരാ രാമായണം എഴുതിയത്? വാൽമീകി. വാൽമീകി ആരാ? രത്നാകരൻ എന്ന കാട്ടാളൻ. എല്ലാ രാമായണത്തിലും ഇല്ലെങ്കിലും ചില രാമായണത്തിലൂടെ നമ്മൾ ആ കഥ പഠിച്ചിട്ടുണ്ടല്ലേ. രത്നാകരൻ എന്ന കാട്ടാളൻ ഇന്നത്തെ സർക്കാരിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആദിവാസി യുവാവ്. സപ്തർഷികളെ തടുത്തു നിർത്തിയിട്ട് ധർമ്മം മോഹിക്കാൻ ശ്രമിച്ചപ്പോൾ അവർ ചോദിച്ച ചോദ്യത്തിന് മുന്നിൽ ഉത്തരം കിട്ടാതെ അലഞ്ഞപ്പോൾ അയാൾ തേടിച്ചെന്നു സത്യത്തെ. അങ്ങനെ രത്നാകരൻ മൺപുറ്റിൽ മൂടി. വാൽമീകം എന്നാൽ മൺപുറ്റ്. അതിൽ നിന്നും പുറത്തേക്ക് വന്ന ആ വാൽമീകി മഹർഷി എന്ന് പറയുന്ന ആദിവാസി യുവാവിനാൽ എഴുതപ്പെട്ടതാണ് രാമായണം എന്ന് തിരിച്ചറിയാത്ത ശ്യാംകുമാർ പറയുകയാണ്, ഞങ്ങൾ ആരും രാമായണം വായിച്ചിരുന്നില്ല. തെറ്റ്. കവിഗുരു തുഞ്ചത്താചാര്യൻ പാടിയ പാവന രാമകഥ കൊട്ടാരം കുടിൽ ഒരുപോലെങ്ങും മറ്റുലി കൊള്ളും നാടാണ്. ശങ്കരൻ അദ്വൈതാചാര്യൻ ശ്രീനാരായണ ഗുരുദേവൻ ആത്മീയതയുടെ പൊന്നുളിയാലെ കീർത്തി പരത്തിയ നാടാണ്. ആ മരം ഈ മരം എന്നോതി അമരത നേടിയ വനവേടൻ കടത്തുകാരനെ കെട്ടിപ്പുണരും കാനനഗാമി ഭൂപാലൻ അരയത്തിപ്പൻ പെറ്റമകൻ വേദം നാലായി പകുത്തവൻ പറച്ചി പെറ്റൊരു പന്തിരുകുലവും തോൾ ചേർന്നവരും നാടാണ്. എവിടെയായിരുന്നു സഹോദരങ്ങളെ, പ്രിയമുള്ളവരെ, ജാതീയത തൊട്ടുകൂടായ്മ? പറച്ചി പെറ്റ 12 ആളുകളുടെ ചരിത്രം കേട്ടിട്ടില്ലേ? നാരായണ ബ്രാഹ്മണൻ എന്ന കവിതയിൽ നമ്മുടെ മധുസൂദനാർ എത്ര മനോഹരമായിട്ട് ചാത്തമൂട്ടാനൊത്തു ചേരുമാറുണ്ടെങ്കിൽ ചേട്ടന്റെ ഇല്ലപ്പറമ്പിൽ. 12 മക്കളെ ഒരു അമ്മ പ്രസവിച്ചു, ഒരു അച്ഛന് 12 സ്ഥലത്ത് ഉപേക്ഷിച്ചു. അതിൽ മൂത്തവനെ കിട്ടിയത് ഒരു നമ്പൂതിരിക്ക്. അവൻ അഗ്നിഹോത്രി എന്ന ശാന്തിക്കാരനായിട്ട് വളർന്നു. അപ്പൊ ജേട്ടന്റെ ഇല്ലപ്പറമ്പിൽ ഞങ്ങൾ ഒന്നിച്ചു വരും. ആരൊക്കെ ഞങ്ങള്? ചാത്തനും പാണനും പാക്കനാരും പെരുന്തച്ഛനും നായരും വള്ളുവോനും ഉപ്പുകൊറ്റനും രജകനും കാരക്കലമ്മയും കാഴ്ചയ്ക്കു വേണ്ടി ഞാനും വെറും കാഴ്ചയ്ക്കു വേണ്ടി ഞാനും. നാരായണ ഭ്രാന്തൻ 12 മക്കൾ 12 കുലത്തിൽ ചെന്നുകൊണ്ടു. 12 കുലത്തിലെ അംഗങ്ങളായിട്ട് അവർ വളർന്നു. അരയത്തിപ്പൻ പെറ്റമകൻ സത്യവതി എന്ന മുക്കുവസ്ത്രീക്ക് ജനിച്ച കൃഷ്ണദ്വൈപായനൻ വേദങ്ങളെ 4ആയി പകുത്തു. അവിടെയാണ് ശ്യാംകുമാറിന്റെ വാദം, ഞങ്ങൾ ദളിതന്മാർ വായിച്ചിരുന്നില്ല. തെറ്റ്. നീ ദളിതനായിരിക്കാം, ഞങ്ങളുടെ പുലയപ്പറയ സഹോദരങ്ങളെ നീ ദളിതെന്ന് വിളിക്കരുത്. അതൊരു കോക്കസാ. SDP-കാർക്ക് പറഞ്ഞു നിൽക്കുന്നില്ലേ ദളിത് മുന്നേറ്റം എന്നൊക്കെ? ആരാ ദളിതന്മാർ? ഹിന്ദു നായ, ഹിന്ദു തീയ, ഹിന്ദു പുലയ, ഹിന്ദു പറയ, ഹിന്ദു കുറിച്ച. റിലീജിയൻ എന്ന കോളം ഹിന്ദു എന്ന് പൂരിപ്പിച്ചിട്ട് അപ്പുറമാണ് വാല് പൂരിപ്പിക്കുന്നത്. ഹിന്ദു പുലയന, ഹിന്ദു പറയന, ഹിന്ദു നായര. അതുകൊണ്ടാണ് കടലുണ്ടെങ്കിലേ തിരയുള്ളൂ എന്ന് എല്ലാ സമുദായങ്ങളും ഓർക്കണം. ഹിന്ദു ഉണ്ടെങ്കിലേ ഹിന്ദു നായരുള്ളൂ. SNDP-കാർ NSകാർക്ക് തമ്മിൽ തല്ലുമ്പോ നമ്മൾ പറയാറുണ്ട് ഹിന്ദു ഉണ്ടെങ്കിലേ SNDP ഉള്ളൂ, ഹിന്ദു ഉണ്ടെങ്കിലേ NSS ഉള്ളൂ, ഇല്ലേ? അപ്പൊ ഈ ഹൈന്ദവ ഐക്യം, പുലയനും പറയനും നായർക്കും നമ്പൂതിരിക്കും ഒരു ശബരിമല, ഒരു വൈക്കം, ഒരു കാടാമ്പുഴ. അമ്പലത്തിന്റെ പേരിൽ ഹിന്ദുക്കൾക്കിടയിൽ തർക്കമില്ല, ഗ്രന്ഥത്തിന്റെ പേരിൽ തർക്കങ്ങളില്ല, ദൈവത്തിന്റെ പേരിൽ തർക്കങ്ങളില്ല. ഹിന്ദുക്കൾ ഇങ്ങനെ സർവധർമ്മ സമഭാവനയോടുകൂടി യോജിച്ച് മുന്നേറുവാൻ തുടങ്ങുമ്പോൾ ഇത്തരം ആളുകൾ വികലന്മാർ വന്നിറങ്ങും. പുതിയൊരു നമ്പർ എന്താ? രാമായണം വായിക്കരുത്. എന്താ? ബ്രാഹ്മണന്മാരുടെ പാദങ്ങളെ പൂജിക്കുവാനാണ് അവിടെ പഠിപ്പിക്കുന്നത്. കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാംബുജലീന പാംസു സംശയം മമ ചേതോദർപ്പണത്തിന്റെ മാലിന്യമെല്ലാം നീക്കി ശോധന ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേ.
ബാലകാണ്ഡത്തിലുള്ളതാ അല്ലേ? ബ്രാഹ്മണരുടെ ചരണം എന്ന് കേട്ടതും ശ്യാംകുമാറിന്റെ കിളിമൊഴി. ഇവർക്ക് ബ്രാഹ്മണൻ എന്ന് കേട്ടൂടാ. ക്ഷത്രിയൻ കേൾക്കാം, വൈശ്യൻ കേൾക്കാം, ശൂദ്രൻ കേൾക്കാം, ഒരു കുഴപ്പമില്ല. ചാതുർവർണ്ണ്യം മയാസൃഷ്ടം ഗുണകർമ്മ വിഭാഗശത എന്ന് ഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ 4 വർണ്ണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗുണത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിൽ അടുത്ത വരിയിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, തസ്യ കർത്താരം അഭിമാ, ഞാനാണ് ഉണ്ടാക്കിയത്. വിദ്യ അകർത്താരം അമവ്യയം. പക്ഷെ ഇതിന്റെ മുകളിൽ എനിക്ക് യാതൊരു നിയന്ത്രണവും ഇല്ല. മൊബൈൽ മേടിച്ചു കൊടുക്കുവാനേ അച്ഛനും അമ്മയ്ക്കും പറ്റുള്ളൂ. ഇത് ഉപയോഗിക്കേണ്ടതാരാ? കുട്ടിയുടേതാ. അതിന്റെ മുകളിൽ എന്തെങ്കിലും നിയന്ത്രണം ഉണ്ടോ? നിനക്ക് ബ്രാഹ്മണനാണെങ്കിൽ താഴാൻ പറ്റും നിന്റെ കർമ്മം കൊണ്ട്. നീ ശൂദ്രനാണോ? നിനക്ക് ജന്മം കൊണ്ട് ഉയരാം, കർമ്മം കൊണ്ട് ഉയരാം. ജന്മം കൊണ്ടല്ല, കർമ്മം കൊണ്ട് ഉയരാം, ഗുണം കൊണ്ട് ഉയരാം. അതുകൊണ്ടാണ് നമ്മളെ വീണ്ടും വീണ്ടും പഠിപ്പിക്കുന്നത് രത്നാകന് വാൽമീകിയാകുവാനും കൃഷ്ണദ്വൈപായന് വേദത്തെ 4 പകർത്ത് വേദവ്യാസനാകുവാനും കഴിയുമെങ്കിൽ ഗുരുവായൂരപ്പന്റെ ജാതീയത. നമ്മളിപ്പോ ജാതിയാണല്ലോ പറയുന്നത്. ഗുരുവായൂരപ്പൻ ഏത് കാറ്റഗറിയില്ല? OBC-യാണ്. യാദവ കുലവംശജൻ മൂലാം സിംഗ് യാദവ്, ലാലു പ്രസാദ് യാദവ് എന്ന് കേട്ടിട്ടില്ലേ? ഐതരേയ മഹർഷിയുടെ ജാതീയത. ചണ്ടാളൻ പട്ടിയെ കൊന്നുന്ന ആ സമുദായത്തിൽപ്പെട്ട ആളായിരുന്നു. പട്ടിയെ വേട്ടക്കിട്ട് പിടിച്ചു കൊന്നുന്ന ആളായിരുന്നു. ചണ്ടാളൻ ആയിരുന്നു. ഐതരേയ ഉപനിഷത്തുണ്ട്. അപ്പൊ അവിടെ നോക്കൂ, ജാതീയത തൊട്ടുകൂടായ്മ നീണ്ടിക്കൂടായ്മ എന്നും പവിത്രമായ നമ്മുടെ ധർമ്മത്തിന്റെ ഭാഗമായിരുന്നില്ല, പിന്നീട് വന്നതാണ്. ബ്രാഹ്മണൻ ആരാണ്? ഈ ചോദ്യത്തിന്റെ മറുപടി ശ്യാംകുമാറിനെ ബോധിപ്പിച്ചാൽ തീർന്നു. പക്ഷെ ഒരിക്കലും ബോധിപ്പിക്കില്ല. കാരണം ഹിന്ദുവിന്റെ ഉള്ളിൽ പഴയ ജാതീയത കുത്തി നിറക്കാൻ വേണ്ടിയിട്ടാണ് സുനിൽപീലയിടം ശ്യാംകുമാർ വേടനൊക്കെ കളിക്കുന്നത്. വേടന്റെ പാട്ട് കേട്ടിട്ടില്ലേ? ഞാൻ പാണനല്ല, പറയനല്ല, പുലയനല്ല, നീ തമ്പുരാനുമല്ല, അടുത്തവരെന്നെ കൊണ്ട് പാടിപ്പിക്കരുത്. നമ്മളെ വീട്ടിൽ കുട്ടിയെ പഠിപ്പിക്കണത് പച്ചത്തെറിയാണ് അടുത്തത് അല്ലേ? അടുത്തവരി അപ്പൊ അയാളുടെ കാര്യമൊക്കെ തീരുമാനമായി. അപ്പൊ ശ്യാംകുമാർ നമ്മളോട് പറയുന്നു, ബ്രാഹ്മണരുടെ ചരണങ്ങൾ നിങ്ങൾ ആരാധിക്കാൻ പഠിപ്പിക്കുന്നു രാമായണം. അതെ, ബ്രാഹ്മണന്റെ ചരണങ്ങളിൽ അഭയം നടണം എല്ലാ ദിവസവും. ബ്രാഹ്മണന്റെ പാദങ്ങളെ പൂജിക്കണം. പക്ഷെ ആദ്യം ചോദിക്കണം, ആരാ ബ്രാഹ്മണൻ? നമ്പൂതിരിയുടെ മോനല്ല. സാത്വികസ്യ സത്വപ്രധാനസ്യ ബ്രാഹ്മണസ്യ ശമദമ ഇത്യാദീനി കർമാണി. ശമം ദമം ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കാൻ കഴിവുള്ള നല്ല ക്ഷമാശീലം ബുദ്ധിശക്തിയുള്ളവൻ, രാഷ്ട്രത്തെയും സമാജത്തെയും ലീഡ് ചെയ്യുന്ന അധ്യാപകൻ, ശാസ്ത്രകാരൻ, അവനായിരിക്കും ബ്രാഹ്മണൻ. APJ അബ്ദുൽ കലാം മതം കൊണ്ട് ഇസ്ലാമാണ്, ഏറ്റവും നല്ല ബ്രാഹ്മണനാണ്. APJ അബ്ദുൽ കലാമിനെ കണ്ടാൽ ഞാൻ കാലോട്ട് അവസരിക്കും. നിങ്ങൾ അവസരിക്കില്ലേ? ഇത് മരിച്ചുപോയി. APJ അബ്ദുൽ കലാം എന്ന് പറയുന്ന 5 നേരം നിസ്കരിക്കുന്ന ഇസ്ലാം മത വിശ്വാസിയായ ആ ബ്രാഹ്മണനെ കണ്ടാൽ ഞാൻ പാദം തൊട്ട് നമസ്കരിക്കും. എനിക്ക് ഒരു ലജ്ജയില്ല കാര്യത്തിൽ. കാരണം ബ്രാഹ്മണരെ കാണുമ്പോൾ ബ്രഹ്മതത്വത്തെ അറിഞ്ഞവർ, ഈശ്വരനെ അറിഞ്ഞവർ, അറിവിന്റെ പരമകോടിയിൽ നിൽക്കുന്നവർ, സത്വഗുണപ്രധാനി, അവന്റെ അച്ഛനാരമ്മയാരെന്ന് ചോദിക്കരുത്. ഇവരിപ്പോ പറഞ്ഞു വരുന്നത് അമ്പലത്തിലെ ശാന്തിക്കായാലും നമ്മുടെ അയ്യന്മാരും ഭട്ടന്മാരുമാണ്. ആര്? ബ്രാഹ്മണൻ. ഇവരോടുള്ള പക ഉണ്ടാക്കിയെടുക്കുക. നമ്മുടെ ഹിന്ദു ഐക്യവേദിയുടെ ഒരു ചുമതലക്കാരനുണ്ടായിരുന്നു. അയാൾ ഇന്ന് ഹിന്ദു ഐക്യവേദിയുടെ കടുത്ത പ്രവർത്തകനാണ്. പക്ഷെ SC/ST വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. ഇയാൾ അവിടെയുള്ള ഒരു തന്ത്രിയുടെ വീട്ടിൽ പോയി. തന്ത്രിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഇയാളുടെ ഉള്ളിലൊരു മുൻവിധിയുണ്ട്. എന്റെ മുത്തശ്ശനെയും മുത്തശ്ശിയൊക്കെ ഒരുപാട് പീഡിപ്പിച്ചിട്ടുണ്ട് ഈ തന്ത്രിയുടെ അച്ഛനമ്മയും, പണ്ട് 100 കൊല്ലം മുമ്പ് അല്ലെ 50 കൊല്ലം മുമ്പ്. അതുകൊണ്ട് തന്ത്രിയോട് അടങ്ങാത്തൊരു പക ഇയാൾ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. പലരും ഇങ്ങനെ കുത്തിക്കൊടുത്തു, നിന്നെ വല്ലാതെ പീഡിപ്പിച്ചവരാണ് ഇവര്. അവിടെ ചെന്നപ്പോ ഇയാളെ കൈകൊണ്ടത് സ്വീകരിച്ചു. എല്ലാവരെയും ഒരു 4-5 പേര് കളക്ഷന് പോയതാ, സ്വീകരിച്ചു. ഈ തന്ത്രി ഇവരിങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോ അവിടെ എല്ലാവർക്കും ഈ തന്ത്രിയുടെ ഭാര്യ ചായ കൊണ്ടുവന്നു. അപ്പൊ അവിലും മിച്ചറുമാണ്. അപ്പൊ ഈ തന്ത്രി അവിലും മിച്ചറും ഒരു പ്ലേറ്റിലാണ്. പുലയനൊടുക്കുന്നതിൽ നിന്നാണ്, തീയനൊടുക്കുന്നതിൽ നിന്നാണ് ഈ പറയുന്ന പുലയ സമൂഹത്തിൽപ്പെട്ട ആളും ഈ തന്ത്രി എടുക്കുന്നത് ഇതേ പ്ലേറ്റിൽ നിന്നാണ്. ഇയാളുടെ ഉള്ളിൽ ഉരുകി അങ്ങ് ഒലിച്ചു പോയി. ഇത് ആ പഴയ സാധനം ഉണ്ടല്ലോ, നിന്നെ പീഡിപ്പിച്ചതെന്നുള്ള ആ സാധനം ഒലിക്ക് ഒലിച്ചു പോയി. അപ്പൊ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. നമ്മൾ ഹിന്ദുക്കൾ സംഘടിക്കാൻ തുടങ്ങുമ്പോൾ, നാം നമ്മുടെ രാമനെ അറിയാൻ തുടങ്ങുമ്പോൾ, ശ്യാംകുമാർമാർ മരീചൻ മാനിനെ പോലെ വന്നതുപോലെ നമ്മുടെ ഉള്ളിലേക്ക്. അപ്പൊ നമ്മൾ ചോദിക്കണം, ബ്രാഹ്മണനാര്, ക്ഷത്രിയനാര്, വൈശ്യനാര്, ശൂദ്രനാര്? ബ്രഹ്മാവിന്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണൻ, കരങ്ങളിൽ നിന്ന് ക്ഷത്രിയൻ, തുടയിൽ നിന്ന് വൈശ്യൻ, പാദങ്ങളിൽ നിന്ന് ശൂദ്രൻ എന്ന് പറയുമ്പോൾ പാദങ്ങളിൽ നിന്ന് ശൂദ്രനോ? പാദം എന്താ? ഓ, നിന്റെ 2 കാല് ഞാൻ കുട്ടികളെ ശ്യാംകുമാറിന്റെ സന്തോഷമോ? കാല് വേണ്ടതാണോ? ശ്യാംകുമാറിന്റെ കാല് വേണ്ടതാണോ? പാദം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഈ അസഹിഷ്ണുത, എല്ലാ ശരീര അവയവങ്ങൾക്കും വ്യത്യസ്തമായ ഡ്യൂട്ടി ഉണ്ട്. ബ്രാഹ്മണൻ ബുദ്ധി കൊണ്ട് കാര്യം ചെയ്യുന്നവനാണ്, ശൂദ്രൻ സേവന മേഖലയിൽ. നോക്കൂ, ഒരു മെട്രോ റെയിൽ ഉണ്ടാക്കിയാണ് എവിടെ? കൊച്ചി. ഇതാരാ ഇതിന്റെ പ്ലാനിങ്? ആരാ?
മെട്രോമാൻ ശ്രീധരൻ സാറ് അദ്ദേഹം പോയിട്ട് സിമെന്റ് വയ്ക്കുമോ? ഇല്ല. സിമെന്റ് വയ്ക്കാൻ അവിടെ ആരുണ്ടാവും? ബംഗാളി ഉണ്ടാവും. ഈ ബംഗാളി ബുദ്ധി ഉപയോഗിക്കണം? ഇല്ല. കുറച്ച് സിമെന്റും മണ്ണും ഒന്നിച്ച് ചേർക്കാൻ മതി, അപ്പടി മാത്രം എടുത്താൽ മതി. പക്ഷെ ഇതിന്റെ മൊത്തം റിസ്ക് ആർക്കാ? മെട്രോമാനാണ്. അതാണ് ബ്രാഹ്മണ്യവും ശൂദ്രത്വവും. കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ, ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യൻ ശൂദ്രനും ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനൊക്കെ ആവും. ക്ഷത്രിയന്മാരാണ് രാജ്യത്തെ രക്ഷിക്കേണ്ടവർ, നല്ല സൈനികന്മാർ, നല്ല പോലീസുകാർ. ചോര കണ്ടാ ഉറക്കരുതവര്. ബ്രാഹ്മണൻ പോയിട്ട് പട്ടാളത്തിൽ ചേർന്നാലോ പാകിസ്ഥാൻ എപ്പം നമുക്കിട്ട് പണി തന്നു ചോദിച്ചാൽ മതി. മനസ്സിലായല്ലോ? വൈശ്യൻ ആരാണ് ഏറ്റവും നല്ല വൈശ്യൻ നമ്മുടെ കേരളത്തില്? MA യൂസഫ് അലിന്ന്, മലയാളിയല്ലേ? ലുലു ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ചെയർമാൻ MA യൂസഫ് അലി. കൃഷി, ഗോരക്ഷ, വാണിജ്യം, ഇത് വൈശ്യ ലക്ഷണം. വൈശ്യന്റെ ലക്ഷണം നല്ല കച്ചവടക്കാരൻ, നല്ല പശുപരിപാലകൻ, ഇവരൊക്കെയാണ്. അപ്പൊ ഇതിനെ നമ്മൾ തിരിച്ചറിയണം. അപ്പൊ ഇത്ര ആളുകൾക്ക് കൃത്യമായ മറുപടി കൊടുക്കുവാനും നമുക്ക് കഴിയും.